എൻ്റെ മോനെ ഒന്ന് ആലോചിച്ച് നോക്കി. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ഞാൻ ഇന്ന് വായിച്ചതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് കിഡിലം റൈറ്റിംഗ്സ് ആണ്, കിഡിലം റൈറ്റിംഗ്സ് ആണെന്ന്. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ കോഡ്സ് ആൻഡ് റൈറ്റിംഗ്സ് എപ്പിസോഡ് നമ്പർ 30. കുറച്ച് കിഡിലം കോഡ്സും റൈറ്റിംഗ്സും കിട്ടിയിട്ടുണ്ട്. കിഡിലം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഉഷാറ് സാധനം, അതായത് നമുക്ക് ലൈഫായിട്ട് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നൊന്നര ഐറ്റംസ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എപ്പിസോഡ് 30 ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം കുറച്ചായി നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട്, ഈ ഒരു സീരീസ് ചെയ്തിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 തന്നെയാണ്. കുറേ ആളുകൾ ചോദിച്ചു ഇത് നിർത്തിയോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കോഡ്സ് ആൻഡ് റൈറ്റിംഗ്സ് നമുക്ക് നിർത്താനുള്ള പ്ലാൻ ഒന്നുമില്ല, നിർത്തിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് വീഡിയോസ് കയറിയതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മറന്നിട്ടില്ല, എപ്പിസോഡ് 35ൻ്റെ ഉള്ളിൽ നമ്മൾ തീർച്ചയായും കോമൻറ്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിംഗ്സും വെച്ച് വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ ഇത് ലൈക്ക് കോമൻറ്റ് സെക്ഷനിലുള്ളതല്ല, ഇത് കുറച്ച് കിഡിലം സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല, അടിപൊളി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വായിച്ചു തരാം. ഫസ്റ്റ് വൺ, സ്റ്റോറീസ് ഓഫ് പ്രണവ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ പോയി എന്താ പറയുക, വൈഫൈക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, സ്റ്റോറീസ് ഓഫ് പ്രണവ് എന്ന് പറയുന്ന പേജ് പോസ്റ്റ് ചെയ്താണ്. പരിഗണിക്കപ്പെടാത്ത ഒന്നിനോടും അടിമപ്പെടാതിരിക്കുക. എൻ്റെ മോനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈക്ക് ആകെ 3 വേർഡ്സ് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ്. അതിൻ്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. പരിഗണിക്കപ്പെടാത്ത ഒന്നിനോടും അടിമപ്പെടാതിരിക്കുക. നമുക്ക് വാല്യൂ തരാത്ത ഒരു കാര്യത്തിനോട്, അതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിളുടെ ഉള്ള ഒരു സ്പേസ് ആയിക്കോട്ടെ, നമ്മളെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ടും അഡിക്റ്റ് ആവരുത്. അത് നമ്മളെ ലൈഫിനെ വല്ലാതെ ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത്രയും ചെറിയ വേർഡ്സ് വെച്ചിട്ട് ഇത്രയും വലിയൊരു മീനിങ് തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മാൻ അടിപൊളി. അതാ പറഞ്ഞത്. അടുത്തത്, മുൻജിദ് ഷിഹാദ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, കൂടെയുണ്ട് എന്ന് പറഞ്ഞവരിൽ പലരും കഷ്ടകാലത്തുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും മീനിങ്ങോട് കൂടിയാണ് ഓരോ ലൈക്ക് റൈറ്റിങ്സ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഈ ലൈൻസ് ശരിയല്ലേ? കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവരിൽ പലരും കഷ്ടകാലത്തുണ്ടാവില്ല. സത്യമല്ലേ? നമ്മളിൽ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷന്. അതായത് കുറേ ആളുകൾ നമ്മളോട് പറയും എന്നും കൂടെ ഉണ്ടാവും, എല്ലാ സ്റ്റേജിലും കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷേ നമ്മൾ അത്രയും ഒരാളെ ആവശ്യം നമുക്ക് ലൈഫിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ ആളുകളൊന്നും തന്നെ നമ്മളെ ലൈഫിൽ ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന ആളുകൾ, അതായത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന ആളുകൾ ലൈഫിൽ പിന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുകയുമില്ല. അത്രയും വേഴ്സ്റ്റായ സ്റ്റേജിൽ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിച്ച ആളുകളും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആളുകളൊന്നും നമ്മളെ ലൈഫിൽ ഇല്ലാതാവുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പഠിക്കും. പിന്നെ നമുക്ക് വരുന്നൊരു ധൈര്യമുണ്ട്, ഒരു ഒന്നൊന്നര കോൺഫിഡൻസ്. അതൊക്കെ മോനെ അനുഭവിച്ച ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, രാഹുൽ വിൻഡ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ, മറ്റെന്തിനേക്കാളും ഏറെ പലരും ഇന്ന് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, സമാധാനം. എൻ്റെ മോനെ, ഇതാ പറഞ്ഞത് ഒന്നൊന്നര റൈറ്റിങ്സ് ആണ്. ആലോചിച്ച് നോക്കി. മറ്റെന്തിനേക്കാളും ഏറെ പലരും ഇന്ന് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, സമാധാനം. ഞാൻ പറഞ്ഞത് അടാ, ലൈഫിൽ ലൈക്ക് എല്ലാവരും പല കാര്യത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നേടിയെടുക്കാൻ പല കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ബിസിനസ് ആയിട്ടും, ചില ആളുകൾ ജോലി ആയിട്ടും, ചില ആളുകൾ പുതിയ ജോലി തേടിയിട്ടും, ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് സക്സസ് ആകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഓരോ കാര്യത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, ലൈക്ക് മാരേജ് ഇഷ്യൂസ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളായിട്ട് പല ആളുകളും പോകുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടടാ, സമാധാനം, പീസ്. എല്ലാത്തിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് സമാധാനമാണ്. നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, പക്ഷെ നമുക്ക് സമാധാനം വേണം. നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് വേണം, പക്ഷെ നമുക്ക് സമാധാനം വേണം. നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, പക്ഷെ നമുക്ക് സമാധാനം വേണം. അതാ പറഞ്ഞത്, എന്ത് കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് സമാധാനമായിട്ട് ജീവിക്കണം. ലൈക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊഫൈലിൽ ഒരു നല്ല റീച്ച് കയറിയ വീഡിയോയിൽ വീഡിയോ ഇതാണ്. ലൈക്ക് അതായത് സമാധാനത്തിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ലൈക്ക് എന്താ പറയുക, എൻ്റെ ടോപ്പ് റീച്ച് കയറിയ ഒരുപാട് വീഡിയോസിലൊരു വീഡിയോ അതാണ്. അടുത്തത്, റൂഹിൻ്റെ കത്ത്. പേര് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ചില യൂസർ നെയിംസ് ഭയങ്കര അടിപൊളിയാണ്. അതായത് എന്താ പറയുക, വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഇവർ ഈ ഒരു പേരിടുന്നത് എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ചില
യൂസർ നെയിമുകളുണ്ട്. റൂഹിൻ്റെ കത്ത് അതാണ് ഈ ഒരു പേജിൻ്റെ പേര്. അതിൻ്റെ കൂടെ വേറെ രണ്ട് പേജ് കൂടെ കൊളാബ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ ഏറ്റവും മനോഹരമായി ചിരിക്കുന്നവരായിരിക്കും ഏറ്റവും ആഴത്തിൽ തകർന്നവർ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും പറയാനില്ല അല്ലേ. നമ്മളെ ഈ ചിരി എന്ന് പറയുന്നത് കുറേ ആളുകൾ പെയിൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു മേജർ വെപ്പണാണ്. നമ്മളെ ഉള്ളിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ കൂടെയാണ് യഥാർത്ഥത്തിൽ പല ആളുകളുടെയും പുഞ്ചിരി എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ചിരിക്കുന്ന എല്ലാവരും മനസ്സറിഞ്ഞ് ചിരിക്കുന്നവരല്ല. അവർക്ക് ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഹൈഡ് ചെയ്യാൻ ലൈക്ക് നമുക്ക് തോന്നുന്ന ഒരു തോട്ടുണ്ട്, നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ സങ്കടങ്ങളും എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരെ കാണിക്കുന്നത്. നമുക്ക് പറ്റുന്നത് പോലെ അഭിനയിക്കുകയാണ്. ടു ബി ഓണസ്റ്റ്, ആ ഒറ്റ വേർഡ് തന്നെയാണ്, അഭിനയിക്കുകയാണ് പല ആളുകളും ആ ഒരു ചിരി എന്ന് പറയുന്നത്. എത്ര ആളുകളാവും സത്യം പറഞ്ഞല്ലോ ഉള്ളിൽ അങ്ങനെ തകർന്നിട്ടുണ്ടാവുക. ഒരു ചിരി പുറത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ അത്രയും ഡീപ്പായിട്ട് തകർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അടുത്തത് സ്ക്രാച്ച് ഡയറി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ ഒരു ഫോട്ടോ ആണ് ആക്ച്വലി. അതായത് ഒരു എം ടി ചെയർ ഉണ്ടാവും, ഒരു എം ടി ചെയറും ഉണ്ട്, ഒരു ചെയറിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റിംഗ് ഓൾവേസ് റിമെമ്പർ എം ടി സീറ്റ്സ് ആർ ബെറ്റർ ദാൻ റോങ് കമ്പനി. എൻ്റെ മോനെ, ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോട്ടാണത്. ലൈക്ക് കോട്ടാണോ റൈറ്റിംഗ് ആണോ പറയാറില്ല, ബട്ട് ടു ബി ഓണസ്റ്റ് ഈ ലൈൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ലൈഫിൽ ഒറ്റക്കാകുന്നത് സത്യം പറഞ്ഞാൽ തെറ്റായ ഒരു കൂട്ടുകെട്ടിനേക്കാൾ എത്രയോ ബെറ്ററാണ്, ഫാർ ബെറ്ററാണ്. ഇത് ലൈക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വെറുതെ ഒരു കോമൺ സെൻസിൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. ഒരു റോങ് കമ്പനീൻ്റെ കൂടെ നമ്മൾ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ലൈഫ് ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് ആലോചിച്ച് നോക്ക്. അതായത് ഒരു റോങ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടൈം മാത്രമല്ല അവിടെ പോവുക, നമ്മുടെ ലൈഫാണ് അവിടെ പോവുക. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും, ആ റോങ് കമ്പനി കാരണം നമ്മൾ ചെയ്യില്ല. പല കാര്യങ്ങളുടെ പുറകെ നമുക്ക് ഓടണം എന്നുള്ള വാശിയും ആഗ്രഹവും ഉണ്ടാവും, ആ റോങ് കമ്പനി കാരണം നമ്മൾ അതൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റോങ് കമ്പനി കാരണം മിസ്സാവും. അപ്പം അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ ഒറ്റക്കാകുന്നത്. ഒറ്റക്കാകുന്നതിൽ ഒരു തെറ്റുമില്ല, ഒറ്റക്കാകുന്നതിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി നമുക്ക് ഒറ്റക്കാകുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ലൈക്ക് നമുക്ക് ആ സമയത്ത് വരുന്നൊരു ധൈര്യമുണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള. അതായത് നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ ഒരാളില്ല എന്നുള്ളൊരു തോട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ തന്നെ ഓടണം, ഓടി നേടണം എന്നൊരു ഇത് വരുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോവും. അടുത്തത് ലൈഫ് ഡ്രാഫ്റ്റ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നീ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാര്യം കൊണ്ട് തന്നെയാവും പിന്നീട് നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഇത് ഞാൻ എന്ത് പറയാനില്ലടാ. ലൈക്ക് നമ്മളിൽ കുറേ ആളുകൾ ലൈഫിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മളെ ഫ്യൂച്ചറിൽ പാസ്റ്റിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന കാര്യമായി മാറും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് നമ്മുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഹാപ്പി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മുടെ ഭാവിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിലപ്പം ആലോചിക്കുന്ന സമയത്ത് അത് വളരെ ബ്യൂട്ടിഫുള്ളായ ഓർമ്മ പോലെ ബാക്കിൽ ഇങ്ങനെ കിടക്കും. അതായത് അന്നത്തെ പ്രസൻറ്റ് ടെൻസിൽ അത് ഉണ്ടാവില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. വിച്ച് മീൻസ് ഫ്യൂച്ചറിൽ നമ്മൾ വേദനിക്കാൻ പോകുന്നത് പ്രസൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ കാര്യമാവും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് സിമ്പിളായിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നീ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാര്യം കൊണ്ട് തന്നെയാവും പിന്നീട് നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വല്ലാതെ ബോറാക്കുന്നില്ല. അത്രയും അടിപൊളിയായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സാലു 007 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ തനിച്ചായ വഴികളിലാണ് ചിലപ്പോൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ലൈക്ക് ആ ഒരു റൈറ്റിങ്ങിൽ അതിൻ്റെ ഒരു സ്മോൾ വേർഷൻ, ലൈക്ക് ഒരുപാട് ഡെപ്തുള്ള വലിയ ഒരു മീനിങ്ങും പക്ഷെ ചെറിയ ലൈൻസും. തനിച്ചായ വഴികളിലാണ് ചിലപ്പോൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നത്. അനുഭവിച്ച ആളുകൾക്കടാ ഞാൻ പറയട്ടെ, ഈ ലോൺലിനെസ്സിനെ വെറുക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് സത്യം പറഞ്ഞാൽ ലോൺലിനെസ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് ലൈഫ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണ് ലോൺലിനെസ്സിനെ വെറുക്കുക.
പക്ഷേ വൺസ് അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ലോൺലിനെസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പവർ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലാണ്ടാ. അതുമല്ല, നമ്മൾ ഒറ്റക്കായി പോകുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുക നമ്മളെക്കുറിച്ചാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിൻ്റെ വഴികൾ എങ്ങനെ തേടാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം ആലോചിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ഒറ്റക്കാകുമ്പോൾ. കാരണം ഒറ്റക്കാവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കുക നമ്മളോടാണ്. നമ്മൾ ചിന്തിക്കുക നമ്മളെക്കുറിച്ചാണ്. ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുക വേറെ പല കാര്യങ്ങളാവും. ആ ആളെക്കുറിച്ച് ആൾ പറയും, നമ്മളെക്കുറിച്ച് നമ്മൾ പറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മൾ മാത്രമേ കമ്പനി ആയിട്ടുള്ളൂ. ആൻഡ് യു നോ സംതിങ്, നമ്മുടെ സ്വന്തം കമ്പനിയാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല കമ്പനി. കാരണം നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമുക്കാണ്, വേറെ ഒരാൾക്കല്ല. ആ നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യണം മച്ചു. അടുത്തത് മുൻജിദ് ഷിഹാദ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത്, ഓൾറെഡി നമ്മൾ വേറൊരു കോട്ട് പേര് വായിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. സാഹചര്യം മാറുന്നതനുസരിച്ച് കൂടെ നിൽക്കുന്നവരും മാറും. സത്യമാണടാ, സിറ്റുവേഷൻസാണ് ആളുകളെ മാറ്റുന്നത്. ലൈക്ക് പക്ഷെ അതൊരിക്കലും ഒരു നെഗറ്റീവ് വേയിൽ മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നെഗറ്റീവ് വേയിൽ മാറുന്ന ആളുകളുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എടാ, സിറ്റുവേഷൻസ് മാറുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് മാറുകയാണ്, പ്രയോറിറ്റീസ് മാറുകയാണ്. ആ സമയത്ത് നമ്മൾ ലൈക്ക് ഇവൻച്വലി മാറിപ്പോവാണ്. നമ്മളെന്താ പറയുക, ഒരു ട്രാക്കിൽ ഇങ്ങനെ ഫ്ലോയിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറിപ്പോവാണ്. അല്ലാതെ അതൊരു ഇൻറ്റൻഷനലി നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറുന്നതൊന്നും ആവില്ല. പക്ഷെ അങ്ങനെ മാറുന്ന ആളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് ലൈനിൽ മാറുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊരു സാഹചര്യങ്ങൾ കൊണ്ട് പോസിറ്റീവായ രീതിയിലേക്ക് മാറുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരാൾ മാറി എന്ന് കരുതിയിട്ട് ഒരിക്കലും നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എന്താണ്, അവരനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ കടന്നു പോകുന്ന സ്റ്റേജുകൾ എന്തൊക്കെയാണ്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ പോകുന്ന സ്റ്റേജുകളും നമ്മൾ അനുഭവിക്കുന്ന വേദനകളൊന്നും നമ്മൾ പറയാതെ മറ്റൊരാൾക്കറിയില്ല. ഈവൻ നമ്മൾ പറഞ്ഞാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ആ പെയിനോട് കൂടി അവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിറ്റുവേഷൻസ് വരുന്നതനുസരിച്ച് ചിലപ്പോൾ ആളുകൾ മാറും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാറി എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ അവർ മാറിയതിൻ്റെ പേരിൽ ലൈക്ക് ഒരു പ്രശ്നമാക്കുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തതല്ല. അവർ മാറി, ഓക്കെ, ലൈഫാണ് എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 10th പഠിക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ +2 ഉണ്ടാവുക. +2 പഠിക്കുന്ന പോലെയാണ് നമ്മൾ ഡിഗ്രിയിൽ ഉണ്ടാവുക. ഡിഗ്രിയിലുള്ള സമയം പോലെയാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുക. ജോലി ചെയ്യുന്നത് പോലെയാണോ നമ്മൾ ഓൺ ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക? അല്ല, ഇതിലൊക്കെ ഓരോ മാറ്റങ്ങൾ. കാരണം എന്താ, ഇവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെ മാറുകയാണ്. സോ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് പീപ്പിൾ വിൽ ചേഞ്ച്. സോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മാറുന്നത് നമുക്ക് ചുറ്റുള്ളവരും ആക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത് അഭിജിത്ത് PS എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ഞാൻ ഇന്ന് വായിച്ചതിൽ വെച്ചിട്ട് അതാ പറഞ്ഞത്, കിഡിലം റൈറ്റിങ്സ് ആണെന്ന്. ഇനി ഇമോഷൻസ് അല്ല, പോയി ഞാൻ പറഞ്ഞില്ല, വൈഫൈക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അഭിജിത്ത് PS എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ഇനി ഇമോഷൻസ് അല്ല, എവല്യൂഷൻ, മണി, മൈൻഡ് സെറ്റ്, ഗ്രോത്ത്, ഇങ്ങനെ 4 കാര്യങ്ങൾ. ലൈക്ക് ആ 4 കാര്യങ്ങൾ ഇതിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇമോഷൻസ് അല്ല, എവല്യൂഷൻ, മണി, മൈൻഡ് സെറ്റ്, ഗ്രോത്ത്. വൺ ഓഫ് ദ അടിപൊളി സാധനം ഞാൻ വായിച്ചതിൽ. ലൈക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, ഇമോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നമ്മൾ മെൻ്റലി അതിൽ സ്റ്റക്കായി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ എവല്യൂഷൻ, മണി, മൈൻഡ് സെറ്റ്, ഗ്രോത്ത്, ഈ 4 കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസിങ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ വരുന്നൊരു ചേഞ്ച് ഉണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ ചേഞ്ച്. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പോസിറ്റീവായ തരത്തിലേക്ക് ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ്. അത് വളരെ ചുരുക്കം ചില വേർഡ്സ് കൊണ്ട് ഏറ്റവും ഡെപ്തോടു കൂടി അടിപൊളിയായിട്ട് എഴുതിയ ഒരു റൈറ്റിംഗ് ആണത്. അഭിജിത്ത് PS എന്ന് പറയുന്നൊരു പേജ്, അടിപൊളി സാധനം. ഇനി ഇമോഷൻസ് അല്ല, എവല്യൂഷൻ, മണി, മൈൻഡ് സെറ്റ്, ഗ്രോത്ത്, ഈ 4 കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്ക്, ലൈഫ് അങ്ങോട്ട് സെറ്റാവും. അടുത്തത് സ്റ്റോറീസ് ഓഫ് പ്രണവ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്തതിലേക്ക് നമുക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് വായിച്ചതും ആളുടെ റൈറ്റിംഗ് എന്തുവാണ്, ജീവിതം ഇന്ന് പരീക്ഷിക്കുന്നതെല്ലാം നാളെ നിന്നെ കൂടുതൽ ശക്തനാക്കാനുള്ള ഒരുക്കമാണ്. ഐ
ലൈഫിൽ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും ഓരോ തവണ തോറ്റു പോകുന്ന സമയത്തും നമ്മളിങ്ങനെ ആലോചിക്കും, ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നാളെ നമ്മളെ കൂടുതൽ 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 ശക്തനാക്കാണ്. കാരണം എന്താ, നാളെ നമ്മൾ ജയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇതിലും വലിയ ചലഞ്ചസ് ആവും. ആ സമയത്ത് അത് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വേണം. തോൽവികൾ നമ്മൾ ഫേസ് ചെയ്തതിൻ്റെ ഒരു ധൈര്യം വേണം. തോൽവികൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തെ മറികടക്കാൻ മറ്റാർക്കും കഴിയില്ല. കാരണം 100 തവണ തോറ്റിട്ടും ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. കാരണം അയാൾക്കൊരു വിശ്വാസമുണ്ട്, അയാളിലൊരു വിശ്വാസമുണ്ട്, അയാൾ ചെയ്യുന്ന കാര്യത്തിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് 101 തവണയും അയാൾ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ധൈര്യം തകർക്കുക എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര തകർക്കാൻ നോക്കിക്കഴിഞ്ഞാലും അവർ വീണ്ടും എഴുന്നേറ്റ് വരും. അതാണ് അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം എന്താ, അവരത്രയും തോൽവികൾ അനുഭവിച്ച് കൂടുതൽ കൂടുതൽ ശക്തരായ ആളുകളാണ്. അതാണ് ഇവിടെ ജീവിതം ഇന്ന് പരീക്ഷിക്കുന്നതെല്ലാം നാളെ നിന്നെ കൂടുതൽ ശക്തനാക്കാനുള്ള ഒരുക്കമാണ്. സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രശ്നത്തിൽ അനുഭവിക്കുമ്പോൾ, നമുക്കൊരു പ്രശ്നമെന്ന് നമ്മൾ തകർന്നിരിക്കുകയാണെങ്കിലും നമ്മൾ വീണ്ടും എഴുന്നേൽക്കണം. കാരണം നമ്മൾ ഓരോ പ്രശ്നത്തിലും എത്രത്തോളം സ്പീഡിൽ നമ്മൾ എഴുന്നേൽക്കുന്നു അത്രയും നമ്മൾ വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, സക്സസ് ആവും, നമ്മൾ ഉറപ്പാണ് ഒരു ദിവസം നമ്മൾ സക്സസ് ആവും. പക്ഷെ സക്സസ് ആയതിനു ശേഷം നമുക്ക് വരാൻ പോകുന്ന വലിയ വലിയ ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തോൽവികൾ ഏറ്റുവാങ്ങിയ ഒരു ധൈര്യം വേണം. ആ ധൈര്യമാണ് ഇപ്പം നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാലോചിച്ചാൽ മതി, നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. യെസ് ഗൈസ്, അപ്പോൾ ഇത്രയും കോഡ്സും റൈറ്റിങ്സ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡ് നമ്പർ 30. ഞാൻ വീണ്ടും പറയുന്നു 30 ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് എന്തായാലും 30 നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലടാ കിഡിലും കോഡ്സും റൈറ്റിങ്സ് ആണെന്ന്. അത് ലൈക്ക് ഈ ഒരു ഇന്നിപ്പോൾ വായിച്ചതിൽ ഈ കോഡ്സും റൈറ്റിങ്സും ഒന്ന് ആലോചിച്ച് നോക്കുക. ലൈഫായിട്ട് ഇത്രയും റിലേറ്റബിൾ ആയ കോഡ്സും റൈറ്റിങ്സും ഇത്രയും സിമ്പിൾ വേർഡ്സിൽ എഴുതാൻ പറ്റുമോ? സീരിയസ്ലി എനിക്കറിയില്ല വേറെ ആരെങ്കിലും ഇതിനും ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് എഴുതിയിട്ടുണ്ടോയെന്ന്. എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കണ്ടുമുട്ടട്ടെ ഇതേപോലെ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീഡിയോൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ലൈഫിനെ നമ്മൾ എങ്ങനെ കാണണം, ലൈഫിൻ്റെ റിയാലിറ്റികൾ എന്തൊക്കെ ബ്യൂട്ടി നമുക്ക് കാണാനുണ്ട്, ഇതൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് എഴുതിയ ഒരുപാട് കോഡ്സും റൈറ്റിങ്സും ആണ് ആക്ച്വലി ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞത്, ഇതിലെ റൈറ്റിങ്സും കോഡ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതിലിപ്പോൾ ഏതാ നല്ലത്, അല്ലെങ്കിൽ ലൈക്ക് 1 2 3 4 എന്നൊക്കെ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതാണ് 1 ഏതാണ് 2 ഐ ഡോണ്ട് നോ ബ്രോ സീരിയസ്ലി. കാരണം എല്ലാം കട്ടക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. സോ വി ആർ ബാക്ക് വിത്ത് കോഡ്സ് ആൻഡ് റൈറ്റിങ്സ് എപ്പിസോഡ്സ്. അപ്പോൾ പഴയതുപോലെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീണ്ടും ഒരുപാട് കോഡ്സ് ആൻഡ് റൈറ്റിങ്സ് ആയിട്ട് ഇനിയും വരും. ഡെഫിനറ്റ്ലി എപ്പിസോഡ് നമ്പർ 35 ഉള്ളിൽ നമ്മൾ കോമന്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിങ്സും സ്റ്റാർട്ട് ചെയ്തിരിക്കും. ദാറ്റ്സ് മൈ വേർഡ്. ഓക്കെ, സോ നമുക്ക് എപ്പിസോഡ് നമ്പർ 31 കാണാം. ബൈ ബൈ.